ആ മക്കളെ, ഈ രാത്രി എവിടെ പോവാന്നുള്ളത് നിങ്ങളെ നല്ല ആലോചന അല്ലേ? ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ സന്ദേശം നൽകുന്ന ഒരു മനുഷ്യനെ കാണാൻ പോണം. വാവേ മുത്തേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മാണിക്കേ കല്ലേ, എന്റെ മുത്ത് മണി സുഖാണ്. ഒരുപാട് ആളെ സുഖാണ്. അലഹംദുലില്ലാ. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടലും കഫക്കെട്ടായിട്ട് അങ്ങനെ കൊച്ചൊക്കെ ഭയങ്കര നിൽക്കാത്ത കുറെ കൊച്ചൊക്കെ കാലിന്റെ ഇവിടെ ചെറുതായിട്ട് നടക്കി അങ്ങനെ ഉരുളാനൊക്കെ. നിങ്ങൾക്ക് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അറിയോ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ലോകത്തൊരു മനുഷ്യനും പരിമിതികളില്ലെന്ന് മനസ്സിലാകും. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വണ്ടി കച്ചവടം നടത്തുന്നത്, വേറെ പല പരിപാടിയും മൊബൈൽ ഉപയോഗിച്ച് നടത്തുന്നു, ആരോഗ്യത്തോടുകൂടി ജീവിച്ച് എല്ലാം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യരെ പലപ്പോഴും നിരാശരാണ്. അതില്ല ഇതില്ല ഇതില്ല എന്നുള്ളത്. നിങ്ങളല്ലേ ഹാപ്പി? അൽഹംദുലില്ലാ. നിങ്ങൾ സന്തോഷമാണല്ലേ? ഒന്നും കൂടെ പറയാം അൽഹംദുലില്ലാ. ഒരുപാട് അൽഹംദുലില്ലാ. ഒരു കുറവില്ലല്ലോ, ഒരു കുറവില്ല, ഒരു പ്രയാസമില്ലല്ലോ. കാരണം നടക്കാൻ കഴിയുന്ന ആളുകൾക്ക് പോലും പല മാനസിക ടെൻഷനോ കാരണം ആത്മഹത്യ ചെയ്യണേ. അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഞാന്. ഒരു ഇരിക്കാനും നടക്കാനും കഴിയാത്ത ഞാന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോണേ. കല്യാണം കഴിഞ്ഞ ഒരു 2 കുട്ടികളുണ്ട്. കുട്ടി വായോ അത് പരിചയപ്പെടാനുള്ള എന്റെ പേരറിഞ്ഞുകൊടുത്ത പേരെന്താ? നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്. ഇറക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ നിങ്ങളെ വിളിച്ചൊക്കെ സുഖയ്യ പറഞ്ഞു. എന്തായാലും സ്റ്റേജുമ്പോ ലൈവ് കാണുമ്പോ സ്റ്റേജുമ്പോ കണ്ടെത്തിനെ ഞങ്ങളെ വിളിച്ചു. മൊബൈലിൽ ലൈവ് ഒക്കെ കണ്ടോണ്ടിരിക്കാണ്. അപ്പോഴാണ് വരാൻ പറ്റാത്തില്ല. അവിടെ പരിപാടിക്ക് വരാൻ നല്ല സങ്കടം ഉണ്ട്. നിങ്ങളുടെ വർത്താനം എന്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, മനുഷ്യർക്ക് ലോകത്ത് പരിമിതികളില്ലെന്ന്. ഇല്ല, പരിമിതി നിങ്ങൾ ജീവിച്ചു കാണിക്കില്ലേ? പരിമിതി ഇല്ലെന്ന് ജീവിച്ചു കാണിക്കാരൻ പോസിറ്റീവാണ്. എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുള്ളതേ. ഉമ്മ എന്നെ ഭക്ഷണം വാങ്ങി തന്നീന്നു, ഒരു ഗ്ലാസ് വെള്ളം വരെ കൊടുത്തന്നീന്ന് ഉമ്മേനെ വായിക്ക് വെച്ചീന്ന്. ഉമ്മ മരിച്ചൊക്കെ ഞാനും എന്നെ പഠിച്ചവനോട് മരിപ്പിക്കാൻ തോരന്നിട്ടില്ല. കാരണം എനിക്ക് പഠിച്ചവനോട് ആരോഗ്യം തരാനാ പറഞ്ഞത്. അതുവരെ ഒരു കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ജീവിതത്തില് ഞാൻ ഉമ്മ മരിച്ചതിന്റെ പേരിൽ ഉമ്മക്ക് പഠിച്ചവന് ആരോഗ്യം എനിക്ക് തന്നു. ഉമ്മന്റെ മരിക്കുന്നതിന്റെ മുമ്പ് ഉമ്മക്ക് കിഡ്നിക്ക് അസുഖമായിരുന്നു. ഉമ്മ അന്ന് കരഞ്ഞിന്ന് കരച്ചിട്ട് എന്റെ കുട്ടികൾ ഒറ്റയ്ക്കായില്ലോ, എനിക്ക് വയ്യാതായില്ലോ, ഞാൻ പോയാൽ എനിക്ക് എന്റെ കുട്ടികൾക്ക് ആരോഗ്യമല്ലോ. പക്ഷെ അലമ്പിനില്ല ഉമ്മാന്റെ ആ കരച്ചിലിന്റെ ഉമ്മ എനിക്ക് നല്ലൊരു പെണ്ണിനെ തന്ന് ഞാൻ കല്യാണം കഴിഞ്ഞോ, ഓളെ എന്നെ നോക്കണ്ടേ, എനിക്കും ആരോഗ്യം തന്നു. അലഹംദുലില്ലാ. നിങ്ങളെപ്പോലെ പോസിറ്റീവാണ് നിങ്ങളുടെ ഭാര്യ. അല്ലേ? എല്ലാം ഉണ്ട് എന്ന് പറയുന്നവരുടെ ഭാര്യമാരെ കൊണ്ട് ആർക്കും സന്തോഷമില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. എല്ലാവരും അല്ലേ? ചില നിങ്ങൾ എന്താ സന്തോഷവാനാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊണ്ട് എന്താ സന്തോഷവാനാണ്. അതാണ് ജീവിതം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഉമ്മാക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിരിക്കണേ. അതെ, ഞങ്ങൾ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, വയ്യാത്ത ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. എന്റെ മുത്തായിരുന്നു. അത് മരിച്ചു. ഉമ്മ മരിച്ചു 1 വർഷമായപ്പോത്തിന് അവള് മരിച്ചു. അവൾക്ക് പിന്നെ പെണ്ണായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അറിയാലോ, പിരിസിന്റെ കാര്യങ്ങളോ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവളെ കൊണ്ടുപോയത് അവളെ നന്ദിനാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇത്ര വലിയ പോസിറ്റീവ് ആണല്ലോ. അതെ, അല്ലാഹു തആല നമ്മുടെ ഇഹവും പരവും അല്ലാഹു വിജയിപ്പിച്ചേരട്ടെ. നിങ്ങളെ വീഡിയോകൾ കൂടുതൽ ഇഷ്ടേ. പലർക്കും മറുപടി കൊടുക്കണ ഇതുണ്ട്. ഞാൻ പോലും മറുപടി കൊടുത്തറിയില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കണ ഒരു മറുപടി നല്ല ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. മറ്റേ കുട്ടി ആൺകുട്ടിയാണ്. വൈഫ് ഇപ്പൊ കൊണ്ടുതരും. ഓള് നിങ്ങൾക്ക് ചെറിയൊരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് വേണ്ട, ചെറിയ എന്റെ വീട്ടിൽ വന്നേക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. അപ്പോഴേ പിന്നെ ഇതെന്റെ ഉറ്റ കൂട്ടുകാരനാ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഞാൻ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്ന ഈ മനുഷ്യനാണ് കാരണം. കാരണം വേറെ കൊണ്ടല്ല, ഞാൻ വിദ്യാർത്ഥി കാലം മുതൽ വായിക്കാനും സംസാരിക്കാനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഇദ്ദേഹമാണ്. ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നീതിയുക്തമായി സംസാരിക്കുന്നതിന്റെ കാരണം ഇദ്ദേഹമാണ്. നമുക്ക് എല്ലാത്തിന്റെ ഒരു പ്രചോദനം തന്ന ഒരാളുണ്ടാവും. ഞാനും അതേമാതിരി സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു ജനങ്ങളെ നമ്മളെങ്ങനെ കാണുന്നത്. എനിക്ക് മോട്ടിവേഷൻ തന്ന ഒരാളുണ്ട്. അതേമാതിരി ബ്ലോഗറാണ്, നടക്കാൻ കഴിയാത്ത ഒരാളാണ്. CP സിയാബ് മലപ്പുറത്തുള്ള ഓനെന്നെ വന്ന് കണ്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓനാണ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഇറക്കിയത്. അൽഹംദുലില്ലാ. അത് കാരണം കുറെ എനിക്ക് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയാം,
ഞാൻ ചെറുപ്പക്കാലത്ത് തന്നെ യാത്ര ചെയ്ത കാര്യം മക്കി മദീനയിലാണുള്ളത്. അവിടെ പോവാൻ ഭാഗ്യം കിട്ടി. ഇത് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഇവിടെ നിലമ്പൂരിൽ ബിസിനസ്സുള്ള ഒരാളിനെ കൊണ്ടുപോയി. അത് എന്നെ മാത്രല്ലേ, എന്റെ വൈഫിന്റെ ഉമ്മാനെ, എന്റെ കുട്ടീനെ, എന്നെ എടുത്തു കൊണ്ടവന് സുഹൃത്തിനെ എല്ലാരും കാശും അയാളാണ് എടുത്തത്. ഞങ്ങളെ കൊണ്ടുപോയി ഉംറ ചെയ്തു, മദീനത്ത് പോയി, എല്ലാം കണ്ടു. ഒരുപാട് സന്തോഷമായി. അയാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യേണ്ട കാര്യം എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പൊ ഇതെന്റെ തറവാട് സ്വത്ത് കിട്ടിയതാണ്. അപ്പൊ ഇത് വിറ്റിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വീട് വേണം. സ്വാലിഹിന്റെ മുത്ത് വിഷമിക്കണ്ട. സ്വാലിഹിനുള്ള വീട് കാര്യങ്ങളെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ചെയ്തു തരും. ടെൻഷൻ വേണ്ട. അല്ലാഹു തആല അതിനുള്ള വഴി തുറന്നു തരട്ടെ. ആത്മാർത്ഥ ദുആ എന്നാ മതി. അതിനുള്ള വഴികളൊക്കെ അല്ലാഹു തുറന്നു തരും. ഇൻഷാ അല്ലാഹ്. മനസ്സിലായോ? ഒരുപാട് ഉദാര മനസ്ഥിതിയുള്ള മനുഷ്യർ ഉണ്ട്. ഗൾഫിലിരുന്ന് കഷ്ടപ്പെടുകയാണ്. ആള് ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറെ കഷ്ടപ്പെട്ടതാണ്. അതിന്റെ ഇടയിൽ കൂടെ ഉമ്മാരെ ഡയാലിസിൽ കൊണ്ടുപോകുമ്പോഴേ ഒന്ന് ആക്സിഡന്റ് ആയി. കാലുമത്തെ കയ്യൊക്കെ അല്ലൊക്കെ പൊട്ടി, കാലുമലൊക്കെ കമ്പിയാണ്. വലിയ ഭാരമുള്ള പണിയെടുക്കാൻ കഴിയൂല. അപ്പൊ ജ്യേഷ്ഠന് ഭയങ്കര ഇസ്ലാമിക ബോധമുള്ള ഭയങ്കര പ്രഭാഷകനും ഇതിനൊക്കെ നടന്നിരുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ഇങ്ങനെ ഇവിടെ വരണ്ടായിരുന്നൊക്കെ ഒന്ന് കാണണം, ഒന്ന് വീഡിയോ വിളിക്കണം, അബുദാബിയിലാണ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചോളാം. എന്തിനാ സാലി കരയുന്നതിനാ? നിങ്ങളൊക്കെ എന്നെ കണ്ട പറയുമ്പോൾ ഇത്രയും കരയണമെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരേണ്ടത്. വേറെ കൊണ്ടല്ലേ നിങ്ങളെ കാണുമ്പോ കരച്ചിൽ എന്തിനാണെന്നറിയോ? എന്താണെന്നറിയോ? എനിക്കൊന്നും നിങ്ങളെ പോലെ ആകാൻ കഴിയുന്നില്ലെന്ന് ആലോചിക്കുമ്പോ. നിങ്ങൾ എത്ര പോസിറ്റീവാ മനുഷ്യങ്ങൾ. എന്താ പേര്? മുഹമ്മദ് മിസ്ബാഹ്. ഖലീലാണോ പേരിട്ട? അല്ല, പാണക്കാട് തങ്ങള്, തങ്ങള്. ഇവിടെ പേര് ഖലീൽ തങ്ങളും. ഖലീലങ്ങളുടെ പോലെ ഫാത്തിമ സൊഫിയ അല്ലേ? മാഷാ അല്ലാഹ്.